ഭക്തന്മാരായിട്ട് ഭൂമിയിലേക്ക് വരുന്നില്ല. അവനും അവൾക്കും ലഭ്യമായുള്ളത് സ്നേഹത്തിന്റെ അഭിനന്ദനം. ഒരിക്കൽ കോട്ടയത്തുള്ള സബ് ജില്ലാ ജയിലിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഓണം ആഘോഷിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭ്യമുണ്ട്. അവിടുത്തെ SP ഒരു വളരെ കാഴ്ചയ്ക്ക് വളരെ ഭംഗിയുള്ള പേഴ്സണാലിറ്റിയുള്ള ശരത് സാർ പറഞ്ഞു, ഈ കുട്ടികൾ അവിടെ വന്ന് ജയിലിൽ കിടക്കുന്ന കുട്ടികൾ ഓണത്തിന് കിട്ടിപ്പാൻ സാധ്യമല്ലാതെ അദ്ദേഹം പറഞ്ഞു അവർക്ക് ജനിച്ചു വീണപ്പോൾ ലഭിക്കേണ്ടതല്ല ലഭിച്ചത്. അവരവിടെ നിന്ന് കരയുക. SP വളരെ സുന്ദരനായ ഒരു മനുഷ്യൻ. അവൾ പറഞ്ഞു എനിക്ക് സങ്കടമാണ് ഇവരെ വിട്ടിട്ട് ഓണം വീട്ടിൽ പോയി ആഘോഷിക്കാനാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വീടിനുള്ളിൽ ഒരു പള്ളിയിൽ ഒരു സമൂഹത്തിൽ NSS-ൽ അല്ലെങ്കിൽ ഒരു കൊച്ചു കോളനി ഇന്ത്യയിൽ അവിടെ കിട്ടേണ്ട അഭിനന്ദനങ്ങൾ ലഭിക്കുമ്പോൾ അവരെത്രയോ നല്ല മനുഷ്യരായി മാറ്റപ്പെടുവാൻ സാധ്യമായി. ഞാൻ ഐശ്വര്യ കഥ നടന്നൊരു സംഭവം അമ്മ പറഞ്ഞൊരു വാക്ക്, അമ്മയുടെ മരണശേഷം ഈ കുട്ടിയെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല. അമ്മ തിരിച്ചു പറഞ്ഞു, നിന്നെപ്പോലൊരു മിടുക്കനെ ഈ സ്കൂളിൽ പഠിപ്പിക്കാനോ ഇവിടെ ഈ സമൂഹം നമ്മുടെ മുമ്പിൽ നീട്ടുന്ന കുട്ടികൾ നമ്മുടെ ജീവിതം സന്തോഷപ്രദമായിരിക്കും. എന്നോട് ഈ കഴിഞ്ഞ ദിവസം എന്നോട് നമ്മുടെ പള്ളിയിലെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലേഡി പറഞ്ഞു, അച്ഛൻ എപ്പോഴും പറയും സൈലാസനക്കാർ പോയി എവത്തിരിയിൽ പോയി ഭക്ഷണം കഴിക്കണം, ധൈര്യം ഉണ്ടോ തന്നെ. ഇതിന് എന്നോടൊരു ആഗ്രഹം പറയുമായിരുന്നു, അച്ഛൻ ഈ വർഷം കൂടി ഇരുന്നിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ എവത്തിരിയിൽ പോയി ഭക്ഷണം കഴിക്കാം. എനിക്ക് അത് ചിന്തിപ്പിച്ചു. പ്രത്യേകിച്ചും ഞാൻ പറയും, അവളായിട്ട് വളരണം, അവനായിട്ട് വളരണം. അവന്റെ സ്വപ്നങ്ങളൊന്നും ഭൂമിയിൽ വേണ്ടാത്തവര്, കാരണം ജീവിതം ഒന്നേ പോകും. ഞാൻ ഈ എല്ലാ പള്ളിയിലും എനിക്ക് ഒരു ചിന്ത ഉണ്ടായി. കഴിഞ്ഞ ദിവസം എന്നോട് നമ്മളുടെ ഇടവയിലേക്ക് പറഞ്ഞു, എനിക്ക് അസൂയുണ്ട് വെച്ചാൽ അസൂയ അയാൾ പറഞ്ഞു, അച്ഛൻ പോകുന്ന ഇടവയെ അവരോട് ഞാൻ അസൂയ ഞങ്ങളുടെ അച്ഛനെ പറിച്ചുകൊണ്ട് പോവാം. ഇത് ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് ട്രാൻസ്ഫറായി അമേരിക്കയിൽ പോകുമ്പോൾ പുലമൺ ഇടവകയിലെ ഒരേ ഒരു മനുഷ്യന് പ്രസംഗിച്ചവൻ പറഞ്ഞു, ഞങ്ങൾക്ക് സെന്റ് തോമസുകാരോട് അസൂയ. ഇത് ഞാൻ വാളകത്തുനിന്ന് കൊണ്ടുവരാം. ഇതിൽ കൂടുതൽ വലിയൊരു അംഗീകാരവും സ്നേഹവും ഇല്ല എന്ന് എനിക്ക് ചിന്തിക്കുന്നു. പിന്നെ നിങ്ങളെല്ലാവരും അതുപോലെ എനിക്ക് എൻ്റെ കണ്ണുകളിൽ നിറച്ചൊരു സംഭവം കരുതാനും സ്നേഹിക്കാനും മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, കാരണം എല്ലാവരെയും ഒരുപോലെ കാണുക. ഏത് പള്ളിയിൽ ചെന്നാലും അങ്ങനെ ചിന്തിക്കാത്ത ചില പ്രത്യേക അറ്റൻഷനൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, നമുക്ക് അങ്ങനെ സാധ്യമാകുകയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാവരും ഈക്വൽ ആണെന്നുള്ള ചിന്തയോടുകൂടെയാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും ഈ ഇടവയിൽ 3 വർഷം ഇപ്പോൾ കേൾപ്പിച്ചതുപോലെ എനിക്കൊരു വീടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. വീടിനുള്ളിൽ പപ്പായും മമ്മിയും കുഞ്ഞുങ്ങളും തമ്മിൽ അവരുടെ ലഭിച്ച ഇടങ്ങളിൽ അത് സന്തോഷകരമായിട്ട് ജീവിക്കാനായിട്ട് ലഭ്യമായ അവസരം. ആദ്യം ഞാൻ വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മിനി ആയിരുന്നു ട്രസ്റ്റി, അതിനുശേഷം നമ്മുടെ റെജി ആയിരുന്നു ട്രസ്റ്റി, അതിനുശേഷം നമ്മുടെ KM സാറായിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, നെല്ലിക്കാല ഇടവ് എന്ന് പറയുമ്പോൾ ഒരു വീട് പോലെ. ഞാൻ ഒരു അപ്രീസിയേഷന് വേണ്ടി പറയുന്നതല്ല, എപ്പോഴും നമ്മൾ മോട്ടിവേറ്റ് ചെയ്താൽ, എപ്പോഴും നമ്മൾ എനർജി നൽകിയാൽ ഒരു മരണം പോലും നമ്മുടെ ഇടവകയിൽ നടക്കുകയില്ല എന്ന് ചിന്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു അച്ഛനാണ് ഞാൻ. നമ്മുടെ ഇടവകയിൽ രോഗം വർദ്ധിക്കുമ്പോൾ, ഡെത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓർത്തോണം നമ്മുടെ സ്നേഹത്തിന് എന്തോ കുറവുകളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു ഇടവക ജീവിതം ഒരു സാമൂഹ്യ ജീവിതമാണല്ലോ. ഈ സാമൂഹ്യ ജീവിതം നമുക്ക് അനുഗ്രഹമായി തീരുമ്പോൾ നമ്മൾ ഹാപ്പി ആണെന്ന് പറയുന്നത്. ഞാൻ എല്ലാവരോടും ചോദിക്കാറുണ്ട്, ആർ യു ഹാപ്പി? കഴിഞ്ഞ ദിവസം എന്നോട് ഒരു വീട്ടമ്മ പറഞ്ഞു, അച്ഛൻ വരുമ്പോൾ ഒരു മോട്ടിവേറ്റ് ചെയ്തിട്ട് ഞങ്ങളെ പോകുകയും. നമുക്ക് മോട്ടിവേറ്റ് ചെയ്താൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് നടക്കുന്നതെന്നറിയാം.
അതുകൊണ്ട് നമ്മുടെ ഒരു ഒരുമിച്ചുള്ള 3 വർഷത്തെ കൂട്ടായ്മ ജീവിതം വളരെ സന്തോഷം. നമ്മുടെ സെന്ററുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പോയി സ്ഥാനം ലഭിച്ചതിനേക്കാൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അവിടെ കഴിവുകളെ കണ്ടെത്തുവാനായിട്ട് സാധ്യമായി തീർന്നു. നമ്മുടെ സെവിയ സംഘങ്ങള് നമ്മുടെ യൗവനക്കാർ വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഈവനിങ് നടക്കുന്ന നമ്മുടെ മീറ്റിംഗ് രാവിലെ ആക്കി മാറ്റിയത് കൊണ്ട് നമ്മുടെ സഹോദരികൾ നമ്മുടെ ചെറുപ്പക്കാരായ സെവിയ സംഘങ്ങൾക്കൊക്കെ വരുവാനായിട്ട് സാധ്യമായി. നമ്മളൊന്ന് അല്പം ഒന്ന് മാറി ഇടവക മാറും. നമ്മൾ പറയാറുണ്ട്, ഞാൻ മാറുന്നു എൻ്റെ ഇടവക മാറും. അച്ഛന്മാർ പൊതുവെ ചിന്തിക്കുന്ന നിങ്ങൾ മാറണം, ഞാൻ മാറുകയില്ല. അതുകൊണ്ട് ഈ അഡ്മിനിസ്ട്രേഷൻ പലപ്പോഴും പല പള്ളിയിലും പ്രശ്നങ്ങളിലേക്കാണ്. എന്നാൽ കഴിഞ്ഞ 3 വർഷക്കാലം എനിക്ക് ഇവിടെ ലഭിച്ചത് വലിയൊരു അഡ്മിനിസ്ട്രേഷൻ അല്ലായിരുന്നു. ഞാൻ എപ്പോഴും സാറിനോട് പറയാറുണ്ട്, കുണ്ടരൊക്കെ വലിയ പള്ളിയാണെങ്കിൽ കൊട്ടാരക്കര വലിയ പള്ളി, പക്ഷേ അവിടെ എല്ലാം നമ്മൾ ചേർന്ന് മിക്സ് വരെ എഴുതാൻ നോക്കണം, റിപ്പോർട്ട് എഴുതാനായിട്ട് കൂടി പോകണം. അവിടെയൊക്കെ ഞങ്ങൾ തന്നെ ഇതെല്ലാം ചെയ്തത്. എന്നാൽ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഭാഗത്ത് ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ല. എന്നാൽ ജനം അനുഗ്രഹിക്കപ്പെടണം. ഞാൻ ആഗ്രഹിക്കാറുണ്ട്, എപ്പോഴും ഞാൻ പറയാറുണ്ട്, മരിക്കരുതായിരുന്നു. അതെന്റെ ഒരു വലിയ ആഗ്രഹം. ഞാൻ പലപ്പോഴും പറയാം, ഞാൻ ഈ വിദ്യാഭ്യാസം നോക്കി ഞാൻ ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ തോന്നി. എന്തെങ്കിലും കുറവുണ്ട് ഞാൻ പറയാൻ സ്നേഹം കുറഞ്ഞു പോയതുകൊണ്ടാണ്. നമ്മുടെ ശുശ്രൂഷകളിൽ നിങ്ങളുടെ എപ്പോഴും സ്നേഹമാണ് ഞാൻ അനുഭവിച്ചത്. ഞാൻ പോകുന്ന പള്ളിയിൽ പ്രശ്നം പറഞ്ഞു, അസൂയുണ്ടെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 96-കാരും 99-കാരും രണ്ടുപേരും ഓട്ടോറിക്ഷ എടുക്കുക. 9 മണി സമയം രാത്രി. എനിക്കും അത്ഭുതമായിരുന്നു. അവരുടെ കയ്യില് 4 മസാല ദോശയോ ഉണ്ടായിരുന്നു. മതോമസഭയിൽ അങ്ങനെ ഒരു അച്ഛന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നേയില്ല. 96-99 വയസ്സുള്ള മനുഷ്യർ പല 9 മണി കഴിഞ്ഞ സമയത്ത് 4 മസാല ദോശയുമായിട്ട് വന്നു. ഞാൻ പറയാൻ ശ്രമിച്ചു വരുന്നത്, ഇതിൽ വലിയ സ്നേഹവും സന്തോഷവും സ്വാന്തനവും ഒക്കെ നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഒരു വീട് ജീവൻ നൽകുന്നത് പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. കുട്ടികളോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ, അവർക്ക് അവരുടെ ഹോർമോൺസ് ഒക്കെ പ്രവർത്തിക്കുന്ന എപ്പോഴും പ്രതിരോധ ശക്തി കൂടുതലുള്ള ഒരു പ്രായമാണ്. അവർ പ്രതിരോധിക്കുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് അവർ വളരെ അങ്ങനെ പ്രത്യേകിച്ചും വാക്കുകളിലോ വിഷമങ്ങളോ ഒന്നും ഞാൻ ആരെയും പിന്നെ കണ്ണു നിറയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടമോ പ്രയാസമോ എന്റെ ഭാഗത്തു നിന്നോ ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞാൻ ഇന്ന് ഇപ്പൊ ഞങ്ങൾ കുമ്പനാട് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ MLA രാജാന്റെ മരണം. ഞങ്ങൾ അന്ന് പോകാൻ 6:10 ട്രെയിൻ പോകുന്നു. 5:45 ആയപ്പോഴത്തേക്ക് മരണം അറിയുന്നു. ഞാൻ വൈദ്യനോട് പറഞ്ഞു, മോളെ ഹോസ്പിറ്റൽ വെക്കേറ്റ് ചെയ്ത് വെളിയിൽ നിൽക്കുക. കാസർഗോഡ് കണ്ണൂരുള്ള കുട്ടികളെല്ലാം തിരിച്ചു പോയി. ഇവിടെ നിന്നുകൊണ്ട് ഫോണിൽ കൂടെ എന്നെ ഞാൻ ആക്രോശിക്കുന്നു, എന്നോട് ചില ഫൈറ്റ് ചെയ്യുന്നു, ബഹളം വെക്കുന്നു. അങ്ങനെ എന്നെ ഡോക്ടർ കുന്നനാട് ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോയി. ഇത് കേട്ടോണ്ട് എന്റെ ഭാര്യ കരയുന്നു. കരഞ്ഞപ്പോൾ ഡെഡ് ബോഡി ഫ്രണ്ടിൽ ഇരിക്കുക. അവിടെ ഒരാൾ വന്ന് ചോദിച്ചു, കൊച്ചമ്മ എന്തിനാ കരയുന്നത്? ഞാൻ പറഞ്ഞ കൊച്ചമ്മയുടെ കസിനാണ് മരിച്ചത്. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. സത്യമായിട്ടും ഞാൻ അങ്ങനെ പറഞ്ഞു, കൊച്ചമ്മയുടെ ഒരു കസിനാണ് മരിച്ചത്, അതുകൊണ്ടാണ് കൊച്ചമ്മയുടെ കാര്യം. ഞാൻ ആ സമയമായതുകൊണ്ട് 5:30 വരെ ആയിരുന്നു ഞാൻ AC-ലൊക്കെ ബുക്ക് ചെയ്തത്. പൈസ കിട്ടിയില്ലെങ്കിലും നമുക്ക് സാരമില്ല. പക്ഷെ എന്റെ ഒരു മനസാക്ഷി കോടതി ഇത് വിധിച്ചു. നിനക്ക് നിങ്ങളാളാണോ വലുത്, ഈ കിടക്കുന്ന ശവശരീരമാണ്? 2 ചോദ്യങ്ങളുണ്ട്. ശവശരീരമാണെങ്കിൽ നിനക്ക് പോകാം, അല്ലെങ്കിൽ നിനക്ക് പോകാം, മകളാണെങ്കിൽ പോകാം. ഞാനിവിടെ ഒരു തീരുമാനമെടുത്തു. കൈമണിയിലെ രാജാന്റെ എനിക്ക് പ്രാധാന്യം. കാരണം സ്ട്രോക്കായ അമ്മ മാത്രമേ ഉള്ളൂ, പറയുവാൻ ഒന്നും അന്നേരം കാര്യമില്ല. ഞാനൊരു തീരുമാനത്തിൽ വന്നു, ടിക്കറ്റൊക്കെ പോട്ടെ, കുട്ടി അവിടെ കിടന്നുകൊണ്ട് ആഘോഷം ബഹളവും വിദ്വേഷത്തിൽ ഒരു ട്രാൻസ്പോർട്ടേ കയറി. ഏതായാലും പ്രഭാതത്തിൽ ഭദ്രകാളി വരുന്നോ എന്നൊക്കെ പറഞ്ഞു. എവിടെ ഒരു ഉമ്മയൊക്കെ കൊടുക്കപ്പെടാമെന്ന് കൂടി അതെനിക്ക് തോന്നി. അതെങ്ങനെ പറഞ്ഞത് നമ്മുടെ മനസ്സാക്ഷി എപ്പോഴും നമ്മുടെ മനുഷ്യരാണ്.
ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ബാബുസാർ മരിച്ചപ്പോൾ 4 മണിക്ക് എന്നെ വിളിച്ചു. ഞാൻ ഓർത്ത് വിളിക്കാതിരുന്ന് ഇത് സങ്കടമായി പോയത്. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് ചോദിച്ച അച്ഛനെ ഞാൻ പോയി നമ്മൾ സ്കൂട്ടറിൽ പോയിരുന്നു. കാരണം ഞാൻ അവിടെ ചെന്നപ്പോഴാ ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധ്യമല്ലാത്ത പ്രിയപ്പെട്ട വൈഫിനെ കാണുന്നത്. നമ്മൾ ഓർത്തോണം നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അവിടെ മതി അവിടെ മതി തീരുമാനം എടുക്കേണ്ടതായിട്ട് വരുമ്പോൾ, നല്ല തീരുമാനം എടുക്കേണ്ടതായിട്ട് വരുമ്പോൾ പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മളെ സംഘർഷപ്പെടുത്തുമ്പോൾ തോളിക്കെട്ടി ഉണ്ടെന്ന് പറയുവാനായിട്ട് സാധ്യമായി. ഈ ഇടയൊരു നമ്മുടെ ഇടയിൽ ഒരു അമ്മമ്മയും ഇതുപോലെ പ്രയാസം ഞാൻ രാത്രി 10 മണി ഞാൻ പരാതി അവർ വിശ്വസിച്ചില്ല. അവർ പറഞ്ഞു കണ്ണു പറഞ്ഞു അറിയിച്ച ഈ സാന്നിധ്യം നമ്മുടെയൊക്കെ ക്രിസ്ത്യ ജീവിതം അങ്ങനെയൊക്കെ ആയിരിക്കട്ടോ. ഞാൻ എപ്പോഴും സങ്കടമാണ് ജിജിയുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട്. എനിക്ക് ഞാൻ ജിജി മോനെ എന്നാ വിളിക്കുന്നത്, മോനെന്ന് തന്നെ വിളിക്കുന്നത്, വേറെ മോനൊന്നും അല്ലെങ്കിൽ ജിജി മോനെ. എനിക്ക് ജിജി ഇഷ്ടവുമാണ്. കാരണം ജിജി നിഷ്കളങ്കനാണെന്ന് എനിക്കറിയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അന്നേരം പറയത്തേ ഉള്ളൂ. അല്ലാതെ നമുക്കറിയാമല്ലോ ചെറുതൊന്നും ജിജിക്ക് അറിയത്തില്ല, അത് പഠിപ്പിച്ചില്ല ഗീനാമ ടീച്ചറിനെ. അവിടെ ജിജിയോടുകൂടെ പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അന്ന് എനിക്കൊരു സങ്കടം. കാരണം ജിജി വളരെ ഇന്നസെന്റായിട്ട് അവരെ സ്നേഹിക്കുന്ന ആളാണ്. എന്തൊരു പറയുമ്പോൾ തന്നെ ഹാപ്പിയാണ്. പ്രത്യേകിച്ചും ഒരു വർഷം കൂടെ പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധ്യമായില്ല. ഇന്ന് രാവിലെ പള്ളി വരുന്നതിന് മുമ്പ് അവിടുത്തെ ട്രസ്റ്റിയൊക്കെ ഒന്ന് ചെറുതൂരം അറിയുന്നില്ലായിരുന്നു പറഞ്ഞ് അവരെ കോണ്ടാക്ട് ചെയ്തു. പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞു സെൽഡോപ്പ് കഴിഞ്ഞാലും കൂടെ പ്രോഗ്രാം അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിക്കുന്നു. ആരെയും സെൽഡോപ്പ് കഴിഞ്ഞൊരു കല്യാണം നടക്കുമോ, നാളെ കല്യാണം ഉണ്ട്, ആരെയും സെൽഡോപ്പ് കഴിഞ്ഞ് ശവസംസ്കാരം നടക്കുമോ, അത് കഴിഞ്ഞ് ശവസംസ്കാരം. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പറയത്തുള്ളൂ, ഞാൻ വന്നാലും തിരിച്ചിന് പോയിട്ടൊക്കെ പറഞ്ഞു. ഞാൻ പറയാൻ ശ്രമിച്ചു വരുന്നത് നിങ്ങളെ വിട്ടൊന്നും പെട്ടെന്ന് പോകാനായിട്ട് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അഞ്ചൽ മണ്ണൂരായിരുന്നു ജർമ്മക്കട്ടെ. ഞാൻ 1000 ബസ്സാകുമ്പോൾ ഇപ്പോഴും പറയും മണ്ണൂരസം വരുന്നതാണ് പറയും. അതുകൊണ്ട് നെല്ലിക്കാല പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ചായച്ച് സ്ഥലം മേടിച്ച് ഇങ്ങോട്ട് വീടൊക്കെ വെക്കണമെന്നൊക്കെ പറയും. എന്നാൽ പോലും നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നവരാണ്, മുഖത്തെ മാറ്റം തിരിച്ചറിയുന്നവരാണ്, കണ്ണുകൾ നിറയുമ്പോൾ തുടയ്ക്കുന്നവരാണ്, അമ്മാവോട് ചേർത്ത് അണയ്ക്കുന്നവരാണ്. അവരെ ഒന്നും മറക്കുവാനായിട്ട് എനിക്ക് സാധിക്കില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം ഇവിടെ ദിവസക്കാരൊക്കെ ഭക്ഷണത്തിന് കൊടുത്തിട്ടുണ്ട്, അതൊന്നും തോന്നില്ല. 30-ാം തീയതി കഴിഞ്ഞാൽ കൊടുത്തത്. 30-ാം തീയതി കഴിയുമ്പോൾ നിങ്ങളുടെ എന്താ പറയുന്നത് ദിവസക്കാരെ 30-ാം തീയതി കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ അച്ഛനിൽ നിന്നും കർമ്മമംഗലം ചെട്ടികുളക്കര ഞാൻ അവരോട് പറഞ്ഞു 30 കൊല്ലം അപ്പമക്കാരാണ്. 31 കഴിയുമ്പോൾ നിങ്ങളുടെ ദിവസക്കാരെനിക്ക് വ്യത്യാസമില്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയാം എല്ലാ ഫംഗ്ഷനും അവര് വിളിക്കുകയും കൂടുകയും ഞങ്ങൾ കൂടാറും. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് നമ്മളായിട്ട് ജനിക്കുന്നില്ല, നമ്മളായിട്ട് വളരുന്നില്ല, നമ്മളായിട്ട് ചാകുന്നില്ല. ആരോ നമ്മളെ പ്രസവം കൊടുക്കുന്നു, ഏതോ നഴ്സ് കുളിപ്പിക്കുന്നു, ആരോ ഉടുപ്പിടിപ്പിക്കുന്നു, ആരോ അമ്മയുടെ കൊടുക്കുന്നു, വളരുന്നു, മരിക്കുന്നു, ആരോ കുളിപ്പിക്കുന്നു, ആരോ കൊണ്ട് എടുക്കുന്നു, നടക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതം. അങ്ങനെ നമ്മൾ നല്ലൊരു ജീവിതം ഉണ്ടാകണം. പ്രത്യേകിച്ച് എനിക്ക് നെല്ലിക്കാലകളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ മതിയാകും. ഇത്രയും സന്തോഷം തന്ന, സ്നേഹം തന്ന, കരുതൽ തന്ന ഒരു ലോകയിൽ എന്റെ സങ്കടം എനിക്ക് എന്റേതാണ്. ശ്രീകൃതി ചെന്നാൽ ഞാൻ ഓർക്കാറുണ്ട് 50 പേര് കൂടി ഒരു വീടാണ്. സൺഡേ സ്കൂളിൽ ചെന്നാലും ഓർക്കാറുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വിധത്തിൽ തമാശ പറയും. പിന്നെ ചിരിച്ചു വെച്ച് എല്ലാവരും കൂടെ പോകുന്നതാണ്. യുനെസ്കോയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. ഞാനും മോളുമായിട്ട് അടിയുന്ന പോലെ ഞങ്ങളുടെ പിള്ളേരുമായിട്ട് കുഴക്കാറുണ്ട്. അതാ സ്നേഹവും പറയുന്നത്. സീനിയർ സിക്സിൽ ഞാൻ പറയും വാരി നടക്കുന്ന തിരിച്ചാക്കായിട്ട് നിങ്ങൾ മാറുന്നില്ല, ഒരു ഡസ്റ്റ്ബിൻ ആകരുത്, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. മോട്ടിവേറ്റ് ചെയ്യണം. ഏതച്ഛനും കുർബാന വരുന്നൊന്നല്ല നമ്മുടെ ശുശ്രൂഷ. മോട്ടിവേറ്റ് ചെയ്യണം. രോഗം വരല്ല, മരണം വരല്ല, അങ്ങനെ ഇടവകയാക്കി. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 വർഷം ഞങ്ങൾ മനസ്സിലാക്കി, അറിഞ്ഞു, ആവശ്യത്തിലധികമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കല്യാണം എൻഗേജ്മെന്റ് ഒക്കെ വന്നപ്പോൾ ഞാൻ ഓർക്കുന്നു നിങ്ങളുടെ ഒരു സ്നേഹവും സഹകരണവും കരുതലും ഒത്തിരി ഞങ്ങൾ അനുഭവിച്ചു. അത് ഞാൻ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഒരു സ്ഥലം വീടൊക്കെ വെച്ചു കഴിഞ്ഞ അനുഭവം. എന്നാൽ നിങ്ങളുടെ കരുതലും സ്നേഹവും ഒത്തിരി അനുഭവിച്ചു. എങ്ങനെ നന്ദി പറയണമെന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എന്നും ഇങ്ങനെ ആരോഗ്യത്തോടിരിക്കണം, സൗഖ്യത്തോടിരിക്കണം. സജീവനിയിലെ ഡോക്ടർ അജോ സാമുവൽ പറഞ്ഞു, മാനവ സാമുവൽ പറഞ്ഞു,
100 വയസ്സ് വരെ ഒരു മനുഷ്യൻ ജീവിക്കണം. 100 വയസ്സ് കഴിഞ്ഞ് തൃപ്തിയോടെ ദൈവത്തോട് പറയുന്നത് 100 വയസ്സ് വരെ ജീവിക്കണം. അതിന് നമ്മുടെ ഇടവകയിൽ ഇടയാക്കട്ടെ. ഇത് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തോട് നമുക്ക് സങ്കടങ്ങളൊക്കെ ഉണ്ട്, വിഷമമുണ്ട്. എനിക്ക് അവരോട് കലിപ്പവുമില്ല. നിങ്ങളുടെ ഒരു പ്രത്യേകത എനിക്കറിയാമോ? എനിക്കൊരു കലിപ്പവുമില്ല, പ്രയാസവുമില്ല, പണക്കവുമില്ല. എല്ലാ പ്രതികരിക്കുന്നത് തന്നെ പോകുന്ന വഴികളിലൊക്കെ ദൈവം എനിക്ക് അതിന്റെ അനുഗ്രഹങ്ങളുണ്ട്. ഞാൻ ഈ പ്രാവശ്യം മോഡൽ എൻഗേജ്മെന്റിൽ ഞാൻ ഈ പുരാൻ സിനിമയുടെ ഡയറക്ഷൻ വിദേശത്ത് നടക്കുമ്പോൾ അതിന്റെ ഡയറക്ടർ എന്നെ ദൈവം ഒരു മുസ്ലിം പയ്യനാണ്. നിങ്ങളെ വായിച്ച സുനിൽ രാജ്. ഞാൻ സുനിലിനോട് നീ വന്നേ പറ്റൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, എനിക്ക് വേണ്ടിയാണ് എന്റെ എൻഗേജ്മെന്റിന് വന്നിട്ട്. കാരണം എത്ര നമ്മൾ സ്നേഹിക്കുന്നു നമ്മുടെ സൊസൈറ്റിയിലെ ജീവിക്കാവും. മതമാക്കാർക്ക് വേണ്ടി ജീവിക്കരുത്. മണ്ണിൽ കിട്ടി, തുണിയും കിട്ടി, ചോറ് വളർന്നു പോത്തോണം, ദരിദ്രമില്ലാത്ത ഭക്ഷണം ഏറ്റവും വൃത്തികെട്ട ഭക്ഷണമാണ്. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. പാവപ്പെട്ടവരെയൊക്കെ കരുതാനും സ്നേഹിക്കാനും ഇടയാക്കണം. ഒരു സൊസൈറ്റി ഹിന്ദു ഉണ്ടായിരിക്കാം, ഇസ്ലാം ഉണ്ടായിരുന്നേക്കാം. ഞങ്ങളൊക്കെ കൊണ്ടുവരാൻ ഞങ്ങളൊക്കെ അവരുടെ ഒരു മുസ്ലിംസിന്റെ പള്ളിയിലായിരുന്നു കൂടുതലും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും അവിടുത്തെ ഓരോ പ്രോഗ്രാമിലും പോകുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് സൊസൈറ്റിയെ ഇൻവോൾവെടുക്കണം. നമ്മുടെ ഈ പള്ളി മുമ്പേ സാബു പറഞ്ഞതുപോലെ നമ്മുടെ പള്ളി ഈ വഴി പോകുമ്പോൾ ജനം പ്രാർത്ഥിക്കണം. ഇവിടെ നിന്ന് പറയണം സൗഖ്യം പ്രാർത്ഥിക്കണം. ഇവിടെ 2 ആത്മഹത്യ വന്നപ്പോൾ അവിടുന്ന് ഒരാളെന്റെ വീട്ടിൽ വന്ന് വന്നെച്ചാൽ ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്യണം വെച്ചാൽ 2 ആത്മഹത്യ വന്നു. ഞാൻ ചെറുപ്പക്കാരുടെ അടുത്ത് ഇന്നവനെ തൊട്ടോടാ ചോദിച്ചു, നീ എന്തിനാ ആത്മഹത്യ ചെയ്തേ? 2 ആത്മഹത്യ. 2 ക്യാൻസർ കേസുകളൊക്കെ വന്നപ്പോൾ ഇവര് പറയും, അച്ഛൻ്റെയൊക്കെ വിസിറ്റ് പറഞ്ഞു പോകരുതേ, ഒന്നിടയ്ക്ക് വരണമായിട്ട് പറഞ്ഞു. ഇതാ ജനം ആഗ്രഹിക്കുന്നത്. നമ്മുടെ സൊസൈറ്റിയെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ അച്ഛന് ഈ സമൂഹം പറയണം, ഞങ്ങളുടേത് നിങ്ങളെന്ന് പറയണം. അല്ല പള്ളി കുറച്ചാൾ ധരിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നൊന്നും അതല്ല. അതുകൊണ്ട് ഈ ഇടവക ഈ നാടിന് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാധാരണ നമ്പരങ്ങളെ കോപ്പിയെടുക്കുവാൻ അവരോട് ചേർന്ന് വേണ്ടയാകട്ടെ. ഞാൻ നിർത്തുക. 3 വർഷക്കാലം നമ്മളെ മാവോടി ചേർത്തൊരു ഫാമിലി പൊന്നോമന പോലെ പിന്നെ നിങ്ങളെ സ്നേഹിച്ചു കരുതി ഞങ്ങൾ പോകുന്ന സ്ഥാനങ്ങളെല്ലാം ഒന്ന് എനിക്ക് പ്രത്യേകതയാണ്. 152 വീടാണ് എനിക്ക് ഇപ്പോഴും ഞാൻ പറയാറുണ്ട്. എനിക്ക് മാട്ടയിൽ ഒരു ലെറ്റർ വരെ വന്നായിരുന്നു. ഞാൻ മാട്ടയുള്ള മോനോട് പ്രത്യേകം പറഞ്ഞ മോനെ ഞാൻ തന്നെ അതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടേ പോകത്തുള്ളൂ ഒരാവശ്യമായിട്ട്. കാരണം നമുക്ക് എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ ഒരാവശ്യമുണ്ട്. ഞാൻ പോകുന്നതിന് മുമ്പ് ഉറപ്പാണെങ്കിൽ അതെല്ലാം സാധിപ്പിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചോളാം, നമ്മുടെ ജനം സന്തോഷിക്കണം. അതായത് അല്ലാതെ എന്തോ പറയുന്നത് ഈ നമ്മുടെ സൗകര്യവും നമ്മുടെ ധനവും ഒക്കെ കൊണ്ടുവന്ന് എക്സ്പ്രസ് ചെയ്യുന്ന ഇടം ഒരു പള്ളിയല്ല. അതിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു നല്ല ഒരു സൈഡ് റൂം ഒക്കെ ഉണ്ടാക്കുകയോ ഫയർ ഷോ ഉണ്ടാക്കുകയൊക്കെ ചെയ്യണം. ഷാറ്റേജസ് പറഞ്ഞ പോലെ അറ്റൻഷൻ ഒക്കെ വേണ്ടിയതാവില്ല. ഇവിടെ വിജയത്തിന്റെ എംപ്ലോയറുകളൊന്നുമില്ല. അങ്ങനെ ഈ നാടിന് അനുഗ്രഹമാകുന്ന ശുശ്രൂഷകളിൽ കൂടെ ഈ ഇടവ് നിൽക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുക. റോഡെ പോകുന്ന പോലെ ഇവിടെ നിന്ന് ഒരു കുരിശ് വരയ്ക്കുമ്പോഴാണ് പ്രാർത്ഥന ദൈവം കേൾക്കുന്നത്. അങ്ങനെ ഒരു നല്ലൊരു പള്ളിയായിരിക്കണം സാധാരണ. എനിക്ക് ജിജിയിൽ വലിയ പ്രതീക്ഷയാണ്. ഞാൻ കേരള സാറിനോട് പ്രവർത്തിച്ചു. ശരിക്കും സാറ് പ്രായമാച്ച് കഴിയുമ്പോഴെന്നാൽ തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടാണ് ചെയ്യുന്നത്. ഒരു കൺവെൻഷൻ വന്നു അദ്ദേഹത്തിന് 2 ദിവസവും ഭക്ഷണം കൊടുത്ത സാറായിരുന്നു. എപ്പോഴും നമ്മൾ ആ ഒരു അനുഭവം ഉണ്ടാകണം. പ്രത്യേകിച്ച് ജിജിയെ കാര്യങ്ങളോട്ട് ഈ ഇടവ ഏൽപ്പിക്കുന്നു. ജിജി അതേപോലെ ഭംഗിയായിട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. കാരണം ദൈവത്തിന് എപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള മനുഷ്യരെയാണ്. ദൈവത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ടീം വളരെ ശക്തിയോട് പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ സ്നേഹം ഒരിക്കലും ഞങ്ങൾ മറക്കത്തില്ല. ഞങ്ങളിപ്പോൾ പോകുന്നത് നിങ്ങൾക്കറിയാം, ചെട്ടികുളങ്ങര ക്ഷേത്രത്തിനടുത്തുള്ളത്. ദൈവം എന്തോ അവിടെ കുറെ ഹിന്ദുക്കളെയൊക്കെ ആഗ്രഹിക്കുന്നെന്ന് എന്റെ വിചാരം. നിങ്ങൾ വരണം. ഞാനൊരു പ്രാർത്ഥന തുമ്പവൻ വെല്ലുവിളിയുടെ വെല്ലുവിളിക്ക് വേണ്ടി ഇന്ന് അച്ഛനായിരുന്ന വലിയതായിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഏതാണ്ട് 2000 വീട് ഓർത്തഡോക്സ് നിങ്ങൾക്കറിയാമോ? പക്ഷെ ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് അതായത് അവിടുത്തെ ഓർത്തഡോക്സ് വീട്ടിൽ മരണം നടക്കുമ്പോൾ പാടാൻ ചെല്ലുന്നത് മാർത്തോമാരെ അച്ഛനാണ്. കാരണം അവർ അച്ഛന്മാര് പാടാൻ പറ്റത്തില്ല. രാത്രി ഞാൻ ഇങ്ങനെ 10-11 ഒരാൾ വന്ന് അച്ഛൻ ഇങ്ങനെ ഇരുന്നാൽ ഇരുന്ന് പോകുമ്പോൾ അച്ഛന്മാര് പറ്റില്ല. അന്നേരം അവര് പറയും മാർത്തോമാരെ അച്ഛന് ഞാൻ കിട്ടുന്നു. അതുകൊണ്ട്
ഭരണിനാളിൽ ചെട്ടികുളങ്ങര ഭരണിനാളെന്നൊക്കെ പാട്ട് കേട്ടിട്ടുണ്ട്, ഉത്സവത്തിന് വരുന്നവരുണ്ട്. ഈ നമ്മുടെ വിദ്യാഭ്യാസക്കാരല്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പത്രാസിന്റെ കുറെ വിദ്യാഭ്യാസക്കാരൊക്കെ അത് കാണാൻ പോയത് എന്നോട് ഒന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി ഞങ്ങളുടെ വീട്ടിലൊരു പ്രയർ വെക്കും, അതുപോലെ തന്നെ നിങ്ങൾ ചെട്ടികുളങ്ങര ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നോളോ മാലിന്യം വരുമ്പോൾ കാര്യങ്ങളോ നോക്കാം. 2 പള്ളിയുണ്ട്, 2 പള്ളിയും നിങ്ങളെ ദയവായിട്ട് ഞങ്ങളോടൊപ്പം വരണം. വെറുതെ ഫ്രീ ആയിരിക്കും എന്ന് പറഞ്ഞാൽ മതി. അവിടെ നിന്ന് വിചാരിച്ചു നമ്മുടെ കൊല്ലമൊക്കെ ബീച്ചൊക്കെ വലിയ ദൂരമില്ലല്ലോ, നടുവിൽ ഇറങ്ങണം. എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. എന്തെങ്കിലും വാക്കുകളോ ചിന്തകളോ പ്രവർത്തികളോ നോട്ടങ്ങളോ എന്ത് ഞാൻ ചെയ്താലും നല്ലതിനെ ചെയ്തിട്ടുള്ളൂ. ഒരിക്കലും ഞാൻ പ്ലാൻഡായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഇമ്മീഡിയറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. പ്രസംഗങ്ങൾ പോലും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരൻ എന്ന നിലയിൽ ക്ഷമിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങൾക്ക് ദീർഘമായ ആയുസ്സും ആരോഗ്യവും സൗഖ്യം നിലനിർത്തുന്നു.